മധുശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ ഡോക്ടറോട് പറയുക, വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായി അവൾ വന്നതിൽ തന്നെ എന്ത് ദുരൂഹതയുണ്ട്. ഞങ്ങളത് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവൾക്ക് ഞങ്ങളുടെ നമ്പർ 1 ശത്രുവുമായിട്ട് ബന്ധമുണ്ട്. അതാരാ? സുസ്മിതയാണോ? സുസ്മിതയല്ല, അവളിപ്പോൾ ജയിലിലാണല്ലോ. അവളുടെ അടുത്ത സുഹൃത്താ മധുശ്രീ. ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷന് അവളും വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഡോക്ടർ പറയണേ, അല്ല ശ്യാമേ, കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ. അല്ല, അവരിലാരെങ്കിലുമാണ് ശ്യാമക്ക് വിശന്നെന്നാണോ ഇപ്പോൾ സംശയമുള്ളത്? ഈ സമയം ശ്യാമ കാർത്തിക നേരത്തെ കേക്കിൻ്റെ അടുത്ത് നിന്നിരുന്നല്ലോ. അന്നേരം ശ്യാമ കേക്ക് എടുക്കാൻ വന്നപ്പോൾ അത് കാണുകയും ചെയ്തല്ലോ. അങ്ങനെ ആ സംഭവം ഓർക്കുവാണ്. അതിനുശേഷം കുട്ടികൾ രണ്ടാളും ചെറു കഴിക്കാൻ പോയതും പിന്നീട് ആ ചെറിയ ശ്യാമയുടെ വായിൽ വെച്ചതുമൊക്കെ ശ്യാമ പെട്ടെന്ന് ഓർത്തിട്ട് ഞെട്ടലോടുകൂടി ശ്യാമ പറയണേ, ഡോക്ടർ, എന്നെ ഉദ്ദേശിച്ചായിരുന്നില്ല ഈ വിഷപ്രയോഗം. വീട്ടിലെ മറ്റാരെയും ഉദ്ദേശിച്ച കുഞ്ഞേച്ചിയടക്കം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ. കുട്ടികൾ തലനാരിഴക്ക ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അത് കേൾക്കുന്ന ഡോക്ടർ പറയണേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിവരം പോലീസിൽ അറിയിച്ചാലോ? അന്നേരം ശ്യാമ പറയണേ, പോലീസിലൊന്നും അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തിയാൽ തന്നെ സത്യാമ്മ അതൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. ആ കാർത്തിക അവിടുത്തെ മരുമകളായിട്ട് തുടരുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ കാർത്തികയുടെ കള്ളക്കളി വെളിച്ചത്താക്കണം. എന്നിട്ട് അവളെ സത്യാമ്മനെ കൊണ്ട് തന്നെ അടിച്ചു പുറത്താക്കിക്കണം. അതാ വേണ്ടത്. കുഞ്ഞേച്ചി തന്നെയാണ് വിഷ്ണുവേട്ടൻ്റെ ഭാര്യയാവേണ്ടത്. അന്നേരം ഡോക്ടർ കേൾക്കണേ, അതിനിപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാ? സത്യാമ്മയുടെ മനസ്സ് മാറ്റാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. ഈ സമയം ശ്യാമ ഡോക്ടറെ കൈ പിടിച്ച് പറയണേ, ഡോക്ടർ വിചാരിച്ചാലേ ഇപ്പം എന്തെങ്കിലും നടക്കുകയുള്ളൂ. കുഞ്ഞേച്ചിയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ തിരിച്ചെത്തിക്കണം. അല്ലെങ്കിൽ അവിടെ ഉടനെ തന്നെ ഒരു മരണം നടക്കും. അതുറപ്പാണ്. ഡോക്ടറുടെ സഹായത്തോടെ ജനിച്ച 2 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള അപേക്ഷയാണ്. പ്ലീസ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഡോക്ടറുടെ കൈ പിടിച്ച് കരയുവാണ്. പിന്നീട് കാണിക്കുന്നത് പുറത്ത് കാത്തു നിൽക്കുന്ന ശാലിനിയും രോഹിത്തിനെയും ഭാമേനെയൊക്കെയാണ് കേട്ടോ. ഈ സമയം ഡോക്ടർ പുറത്തേക്ക് എത്തുവാണ്. അങ്ങനെ ഡോക്ടറെ കാണുന്നതും ശാലിനി പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് കേട്ടോ. ഈ സമയം ഭാമയും രോഹിത്തും ഡോക്ടറിൻ്റെ അരികിലേക്ക് ഓടിയെത്തുക. ഡോക്ടർ, ശ്യാമയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഭാഗ്യത്തിന് ജീവൻ അബദ്ധമൊന്നുമില്ല. മൈനർ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. പക്ഷേ അന്നേരം ശാലിനി ചോദിക്കണേ, പക്ഷേ എന്താ ഡോക്ടർ? അന്നേരം ഡോക്ടർ പറയണേ, വീഴ്ചയിൽ ശ്യാമയുടെ നെർവസ് സിസ്റ്റത്തിനെ കാര്യം ബാധിച്ചിട്ടുണ്ട്. അതവരുടെ മാനസിക നിലയെ തന്നെ തകർത്തിട്ടുണ്ട്. ഡോക്ടർ എന്തായി പറയുന്നത് എന്ന് ശാലിനി ചോദിക്കുക. അന്നേരം ഡോക്ടർ പറയണേ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. മാനസിക നില തകർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭ്രാന്തായി എന്നല്ല. ബോധപൂർവ്വം ഒന്നും ആലോചിച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനെ മനസ്സിൻ്റെ ഒരു അപഭ്രംശം എന്ന് പറയാൻ പറ്റും. നമുക്ക് പേടി തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം അബ്നോർമലായിട്ട് പെരുമാറില്ലേ? അതുപോലെയൊക്കെ കണ്ടാൽ മതി. അന്നേരം രോഹിത് കേൾക്കണേ, അല്ല ഡോക്ടർ, ശ്യാമയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? അത് പിന്നെ കൊച്ചുകുട്ടികളെ പോലെയോ ശ്യാമയുടെ ഇപ്പോഴത്തെ സ്വഭാവം? ബാല്യത്തിൽ എവിടെയോ തങ്ങി നിൽക്കുന്നത് പോലെ. അത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുക. അല്ല ഡോക്ടർ, അപ്പോൾ ഇത് മാറാൻ എന്ന് ശാലിനി ചോദിക്കുക. അന്നേരം ഡോക്ടർ പറയണേ, മാറാൻ മരുന്ന് കഴിച്ചാൽ മതി. മരുന്നൊക്കെ ഇവിടെ തന്നെയുണ്ട്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും നന്നായിട്ട് വിശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച അതിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഭേദമാക്കാൻ പറ്റും. കുഞ്ഞേച്ചി എന്ന് ബോധം വന്നപ്പോൾ ശ്യാമ പിറുപിറുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇയാളല്ലേ കുഞ്ഞേച്ചി? അതേന്ന് ശാലിനി പറയുക. അന്നേരം ഡോക്ടർ പറയണേ, കുഞ്ഞേച്ചിയുടെ സാമീപ്യം ഉണ്ടെങ്കിൽ ശ്യാമയുടെ അസുഖം പെട്ടെന്ന് മാറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയം ഭാമ ചോദിക്കണേ, അല്ല ശ്യാമയെ ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ? പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ഓർക്കണം, പഴയ ശ്യാമയല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഭൂതകാലത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ശ്യാമയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് അവളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലൊന്നും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അവളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ നോക്കിയും കണ്ടും വേണം സംസാരിക്കാനായിട്ട്. മനസ്സിലായോ? മനസ്സിലായി എന്ന് പറയട്ടെ ഭാമ. എങ്കിൽ വരൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അവരെല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അങ്ങനെ ശാലിനിയെ കാണുന്നതും ശ്യാമ ഓടി എന്ന് ശാലിനി ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. കുഞ്ഞേച്ചി എവിടെയാ എന്ന് പറഞ്ഞ് കുഞ്ഞേച്ചി ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു കേട്ടോ. ഈ സമയം ഭാമ ശ്യാമയെന്ന് പറഞ്ഞ് തോളി കൈവെക്കുമ്പോൾ ഭാമയുടെ കൈ തട്ടി മാറ്റുവാണ്. മോളെന്ന് പറഞ്ഞ് ശാരദാമ്മ വിളിക്കുമ്പോഴും ശാരദാമ്മയുടെ കൈയും തട്ടി മാറ്റുവാണ് കേട്ടോ. കുഞ്ഞേച്ചി എവിടെയായിരുന്നു? എന്നെ വിട്ട് ഒരിടത്തും പോകല്ലേ, എനിക്ക് പേടിയാകും. ഈ സമയം രോഹിത്തും ശ്യാമയെന്ന് പറഞ്ഞ് തോളി തൊടുമ്പോൾ രോഹിത്തിൻ്റെ കൈയും തട്ടി മാറ്റുക. അങ്ങനെ ഭാമ ചോദിക്കണേ, ഡോക്ടറെ എന്താ ഇതിങ്ങനെ? അന്നേരം ഡോക്ടർ പറയണേ, ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ശ്യാമയുടെ നെർവസ് സിസ്റ്റം തകരാറിലാണല്ലോ. അതുകൊണ്ട് തന്നെ ശ്യാമ ഇപ്പോൾ ഭൂതകാലത്തിൽ ഏതോ ഒരു പോയിന്റിൽ തങ്ങി നിൽക്കുകയാണ്. അവിടെ ശ്യാമയ്ക്ക് ഏത് പ്രതിസന്ധി വന്നാലും രക്ഷകയായിട്ട് കാണുന്നത് കുഞ്ഞേച്ചിയാണ്. ശ്യാമ തൻ്റെ അമ്മയെപ്പോലും കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരു മങ്ങിയ ചിത്രം മാത്രമായിട്ട് ശ്യാമയുടെ മനസ്സിലുള്ളൂ. തനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു സങ്കടം തോന്നിയാൽ കുഞ്ഞേച്ചി അടുത്ത് വേണമെന്നാണ് ശ്യാമ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയുടെ അടുത്തേക്ക് പായുന്നത് പോലെ. ആ സമയത്ത് ശാലിനി അവൾക്ക് അരികെ കിട്ടിയില്ലെങ്കിൽ അവളപ്പോൾ തന്നെ പാനിക്കാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വയലൻ്റ് ആവുകയും ചെയ്യും. ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് എന്തുമാത്രം ദോഷം ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ സമയം ശ്യാമ ശാലിനിയോട് ചോദിക്കണേ, കുഞ്ഞേച്ചി പറ, എന്നെ വിട്ടു പോകുമോ എന്ന് പറ കുഞ്ഞേച്ചി. അന്നേരം ഡോക്ടർ പറയണേ, ഇനിയൊന്നും പറഞ്ഞില്ലെങ്കിൽ ശ്യാമ ചിലപ്പോൾ വയലൻ്റ് ആകും കേട്ടോ.
അന്നേരം ക്ഷമ വീണ്ടും ദേഷ്യത്തിൽ ചോദിക്കണേ, പറ കുഞ്ഞേച്ചി, എന്നെ വിട്ട് പോകുമെന്ന്. അന്നേരം ശാലിനി പറയണേ, ഇല്ല മോളെ, ഞാൻ നിന്നെ വിട്ട് ഒരിടത്തും പോയില്ല. കുഞ്ഞേച്ചി എപ്പോഴും ഇനി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാവും മോളെ എന്ന് ശാലിനി ഇങ്ങനെ പറയുവാണ് കേട്ടോ. ഈ സമയം ബാമ പറയണേ, ഡോക്ടറെ അങ്ങനെയാണെങ്കിൽ ഒരു ഡീലക്സ് റൂം തന്നെ ബുക്ക് ചെയ്തോളൂ. അന്നേരം ഡോക്ടർ പറയണേ, അതെന്തിന്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ശ്യാമയുടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാനുള്ള അസുഖമൊന്നും അവൾക്കില്ല. ഞാൻ ശ്യാമക്ക് കൊടുക്കാനുള്ള മരുന്നൊക്കെ തരാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ശ്യാമക്ക് കുഞ്ഞിച്ചിരി സ്നേഹവും പരിചരണമൊക്കെ കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ശ്യാമയെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോകാം. ഈ സമയം ബാമ രോഹിത്തിനോട് പറയണേ, രോഹിത്തെ നീ അവളെ വിളിക്കേ. അന്നേരം രോഹിത്ത് ശ്യാമയുടെ അരികിലേക്ക് ചെന്ന്, ശ്യാമെ വാ നമുക്ക് പോകാമെന്ന് പറയുക. ഈ സമയം ശ്യാമ രോഹിത്തിനെ തള്ളിയിടുവാണ് കേട്ടോ. അത് കാണുന്നതും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുക. ഈ സമയം ഡോക്ടർ പറയണേ, ഞാൻ പറഞ്ഞില്ലേ ശ്യാമയുടെ അവസ്ഥയെക്കുറിച്ച്. ഇപ്പോൾ രോഹിത്ത് അവളുടെ ഭർത്താവല്ല, അവളുടെ സുരക്ഷിതമായൊരു ലോകത്തേക്ക് ഇടിച്ചു കയറാൻ നോക്കിയ ഒരാളായിട്ടാണ് അവൾ കാണുന്നത്. അല്ല ഡോക്ടർ, അപ്പോൾ ശ്യാമയെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? അന്നേരം ഡോക്ടർ പറയണേ, പറ്റും. ഞാൻ തരുന്ന മെഡിസിനേക്കാളും ശ്യാമയുടെ ഈ ഒരു സ്വഭാവത്തിന് മാറ്റം വരാൻ ആവശ്യം കുഞ്ഞേച്ചിയുടെ സ്നേഹവും പരിചരണമൊക്കെയാണ്. നിങ്ങളതിന് ആവശ്യമായ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അതേക്കുന്ന ബാമ രോഹിത്തിനോട് പറയണേ, രോഹിത്തെ നമുക്ക് ശ്യാമയെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ് എന്ന് ശാലിനി ഇങ്ങനെ നോക്കിയിട്ട് ബാമ പറയുവാണ്. അങ്ങനെ ബാമ പുറത്തേക്ക് പോകുവാണ്ടോ. ഈ സമയം ശാലിനി പറയണേ, മോളെ വീട്ടിലേക്ക് പോകാം. ആ വീട്ടിലേക്കൊക്കെ പോകാം. കുഞ്ഞേച്ചി എൻ്റെ കൂടെ വരില്ലേ? ചോദിച്ചത് കേട്ടില്ലേ, വരില്ലേ കുഞ്ഞേച്ചി? കുഞ്ഞേച്ചി വന്നില്ലെങ്കിൽ ഞാനും വീട്ടിൽ പോകില്ല. അന്നേരം ശാരദ പറയണേ, മോളെ ശാലിനി നീ ചെല്ലാന്ന് പറ. സത്യമ്മ സമ്മതിച്ചു. നിന്നെ നേരിട്ട് വിളിക്കാനുള്ള മടിയായിരുന്നോ സത്യമ്മ ഇപ്പോൾ പുറത്തേക്ക് പോയത്? അന്നേരം രോഹിത്തും പറയണേ, അതെ ശാലിനി, എനിക്ക് സത്യമ്മയുടെ മനസ്സറിയാം. കുഞ്ഞേച്ചി പറ, വരില്ലേ എൻ്റെ കൂടെ? ആ മോളെ ഞാനും വരാം. ഹായ്, കുഞ്ഞേച്ചി വരുമല്ലോ എന്ന് പറഞ്ഞ് ശ്യാമ ശാലിനി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവളുടെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുവാണ്. എന്നവാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശ്യാമ താഴത്തേക്ക് ചാടി ഇറങ്ങുവാണ്. അതോടുമ്പോൾ ശാലിനി പറയണേ, മോളെ സൂക്ഷിച്ച് പതിയെ. എന്തിനാ സൂക്ഷിക്കുന്നത്? അല്ല മോളെ, മോൾ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് തല പൊട്ടിയിരിക്കുമല്ലേ? ഓ അങ്ങനെയാണല്ലേ എൻ്റെ തല പൊട്ടിയത്? കുഞ്ഞേച്ചി എന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ? ഇനി എന്നെ ശ്രദ്ധിക്കണേ കുഞ്ഞേച്ചി. കുഞ്ഞേച്ചിനെ ശ്രദ്ധിച്ചോളാം. അങ്ങനെ പറഞ്ഞ് ശ്യാമയും കൂട്ടിയിട്ട് ശാലിനി പുറത്തേക്ക് പോകുവാണ്. പിന്നാലെ തന്നെ രോഹിത്തും ശാരദാമ്മയൊക്കെ പോകുവാണ് കേട്ടോ. ഈ സമയം ഡോക്ടർ മനസ്സിൽ പറയണേ, ഒരു ഡോക്ടർ ഒരിക്കലും ഇങ്ങനെ കള്ളം പറയാൻ പാടില്ല. പക്ഷേ ഇത് നിന്റെ നല്ലതിന് വേണ്ടി ശാലിനി. മുമ്പൊരിക്കൽ നീ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു കള്ളം പറഞ്ഞു. ഇന്നിപ്പോൾ നിന്നെ പോലും അറിയിക്കാതെയാണ് ഈ കള്ളം നടത്തുന്നത്. എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയാണ്. നീ സത്യാമ്മൻ്റെ വീട്ടിൽ ചെന്ന് അവിടെയുള്ള നിന്റെ ശത്രുക്കളെയൊക്കെ അടിച്ചു തുരത്തിയിട്ട് നീ വിഷ്ണുവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക. അതിന് ചേച്ചിയുടെ എല്ലാ ആശംസകളും. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ടെൻഷനോട് കൂടി പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഈ സമയം കാർത്തിക് അങ്ങോട്ടേക്ക് വരിക. വിഷ്ണുവിനോട് റെസ്റ്റ് എടുക്കണമെന്നല്ലേ പറഞ്ഞത്? അന്നേരം വിഷ്ണു പറയണേ, അല്ല ശ്യാമയുടെ കാര്യം അറിയാതെ ഒരു സമാധാനമില്ല. അവരോടനെ വരുമെന്ന് അറിയാൻ പറ്റിയത്. അത് കേൾക്കുമ്പോൾ കാർത്തിക് ആലോചിക്കണേ, ഇത്ര പെട്ടെന്ന് വരുമെന്നോ? അതാ ക്യാപ്സ്യൂള്. എന്നിട്ട് ചോദിക്കുക, അല്ല ശ്യാമയ്ക്ക് എന്ത് പറ്റിയതാണെന്ന് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നാലും ശ്യാമ ടെറസ് സ്റ്റെപ്പിൽ നിന്ന് എങ്ങനെ വീണെന്ന് ഞാൻ ആലോചിക്കുന്നത്. പൊന്നി അവിടെ അരിച്ചു പെറുക്കി നോക്കി, അവിടെ വെള്ളമോ എണ്ണയോ ഒന്നും ഉണ്ടായില്ല. അന്നേരം കാർത്തിക് പറയണേ, അത് ശ്യാമ തലചുറ്റിയാണ് വീണത്. അത് ഇയാൾക്ക് എങ്ങനെ അറിയാം? അല്ല ശ്യാമ താഴെ വീണപ്പോൾ ബോധം ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ സമയം ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന രാഘവൻ ചോദിക്കണേ, എനിക്ക് അങ്ങോട്ടേക്ക് വരാമോ? എന്താച്ചാ ഇങ്ങനെ അനുവാദം ചോദിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ രാഘവൻ ചോദിക്കണേ, അല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ സംഗമത്തിൻ്റെ ഇടയിൽ ഒരു കട്ടുറുമ്പാവുണ്ടല്ലോ എന്ന് വിചാരിച്ചതാ. അച്ഛാ ഞങ്ങളിവിടെ ശ്യാമയുടെ കാര്യം പറയുമായിരുന്നു. ശ്യാമയുടെ കാര്യമോ? അത് പറയാൻ ഇവൾക്ക് എന്താ അധികാരം? ഇവൾ ആരാ ഇവിടുത്തെ? അല്ലെങ്കിലും മഹാലക്ഷ്മിയെ പടിയിറക്കി മൂദേവിയെ കയറ്റിയ വീടല്ലേ ഇപ്പോൾ ഇത്. അപ്പോൾ ഇതുപോലുള്ള അനർത്ഥങ്ങൾ ഇതുപോലെ ഇനി സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കോട്ടെ രാഘവൻ. ഈ സമയത്തായിരിക്കും ബാമയുടെ കാർ അവിടെ എത്തുന്നത്. അങ്ങനെ കാറിൽ നിന്ന് രോഹിത്തും ബാമ ഇറങ്ങുവാണ്. അത് കാണുമ്പോൾ രാഘവനൊക്കെ ചോദിക്കണേ, അല്ല ശ്യാമയുടെ? ഈ സമയം പിന്നാലെ തന്നെ കളക്ടറിൻ്റെ കാറും എത്തുവാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ശാലിനി പുറത്തേക്ക് ഇറങ്ങുക. ശാലിനിയെ കാണുന്നതും കാർത്തിക് അങ്ങ് പേടിച്ചു പോകുക. ഈശ്വര, ശാലിനി ക്യാപ്സ്യൂളിൻ്റെ കാര്യം അറിഞ്ഞു കാണുമോ? എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെയും കൂട്ടി വരുമായിരിക്കുമോ? ഈശ്വര, ആ മതശ്രീയുടെ വാക്ക് വിശ്വസിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കോട്ടെ കാർത്തിക. അന്നേരം ശാലിനിയെ കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് വിഷ്ണുവും രാഘവനും പൊന്നിയും പിള്ളയൊക്കെ. ഈ സമയം ശാരദാമ്മയും പിന്നെ ശാലിനിയുടെ പിന്നാലെ ശ്യാമയും കാറിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമ നടക്കുമ്പോൾ വീഴാൻ പോകുന്നത് കാണുമ്പോൾ ശാലിനി പറയണേ, മോളെ സൂക്ഷിച്ച്. അയ്യോ സൂക്ഷിച്ചില്ലെങ്കിൽ ഇനി ഞാൻ വീഴുമല്ലേ, കുഞ്ഞേച്ചനെ മുറുക്കെ പിടിച്ചോട്ടോ. അങ്ങനെ ശ്യാമയുടെ സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടിട്ട് വിഷ്ണുവും രാഘവനും എല്ലാവരും അന്തം വിട്ട് നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.